നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. വൈകാതെ കേജ്രിവാൾ പുറത്തിറങ്ങും. കേജ്രിവാളിന് ലഭിച്ച ജാമ്യം കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാണോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. മഹി എന്നൊരു പ്രേക്ഷകൻ കിള്ളിപ്പാലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മഹി, മഹി എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ കേസിൽ? ഇത് കോൺഗ്രസിന്റെ BJP-യുടെ കളികളാണ്. ഇത് നടക്കില്ല, ഇനി നടക്കില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ. പാലക്കാട് നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, നമുക്കൊപ്പം ചേരുന്നുണ്ട്. പേര് പറയും. ജിതിൻ, ഹലോ. ഈ ജാമ്യം 5 മാസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് കേജ്രിവാളിന് ലഭിക്കുന്നത്. അദ്ദേഹത്തെ കൂടുതൽ കരുത്തനാക്കിയോ ഈ ജാമ്യം, അതോ ദുർബലനാക്കിയോ കേജ്രിവാൾ എന്ന രാഷ്ട്രീയ നേതാവിനെ ഈ ജയിൽവാസം? അതായത് ഇപ്പൊ നിലവിലെ അവസ്ഥയിൽ അദ്ദേഹത്തിന് ജാമ്യം മാത്രമേ ലഭിച്ചുള്ളൂ, കുറ്റമുക്തനായിട്ടില്ല എന്നത് അവിടെ തന്നെ നിൽക്കുകയാണ്. ജാമ്യം ലഭിച്ചു എന്നത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഈ കേജ്രിവാളിന്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് പ്രത്യേകിച്ച് ആശയ അടിത്തറയില്ലാത്തൊരു പാർട്ടിയാണ്. അവരുടെ ആകെയുള്ള ആശയം അഴിമതിക്കെതിരെ ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിലൊരു ആശയമാണ്. അല്ലാതെ മറ്റ് മറ്റ് നമ്മുടെ ഭാരതത്തിലുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഒരു ആശയ അടിത്തറയില്ല. ഈ കറപ്ഷനെതിരെയാണ് ആ പാർട്ടി ഉത്ഭവിക്കുന്നത്. ആ പാർട്ടിയുടെ ഒരു പ്രമുഖനായ സ്ഥാപക നേതാവ് തന്നെ കറപ്ഷനിൽ പെടുന്നു എന്ന് പറയുമ്പോൾ ആ പാർട്ടിയുടെ അടിത്തറ തകർന്നിരിക്കുകയാണ്. ഇനി ഇദ്ദേഹം ജാമ്യം കിട്ടിയതുകൊണ്ട് മാത്രം ഈ പാർട്ടി എങ്ങനെയും രക്ഷപ്പെടുന്ന ആരും കരുതുന്നില്ല. പിന്നെ ഇപ്പോ അധികാരത്തിൽ പഞ്ചാബുണ്ട്, ഡൽഹിയുണ്ട്. ഈ ഹരിയാന പിടിക്കുമെന്ന് ചോദ്യം. ഹരിയാനയിലെ ഇവർക്ക് അത്ര വലിയ സ്വാധീനമൊന്നുമില്ല, പക്ഷെ ഒരു ചെറിയ രാഷ്ട്രീയ ശക്തി തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഈ പാർട്ടിയുടെ ആശയപരമായിട്ട് ഒരു പാൻ ഇന്ത്യൻ പാർട്ടി എന്നായിരുന്നു നമ്മൾ ആം ആദ്മി പാർട്ടി പലപ്പോഴും നമ്മൾ വിശേഷിപ്പിക്കുക. എല്ലാ സംസ്ഥാനങ്ങളിലും അത്യാവശ്യം സ്വാധീനമുണ്ട്. നമ്മൾ CPM-നേക്കാളും എല്ലാ സംസ്ഥാനങ്ങളിലും അവർക്ക് കുറച്ചെങ്കിലും സ്വാധീനമുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. എല്ലാ സംസ്ഥാനങ്ങളിലും ആ സ്വാധീനത്തെ ഇടിച്ചു. കാരണം എന്താ വെച്ചാൽ ഈ പാർട്ടിയുടെ ഒരു ബേസിക് പോയിന്റ് എന്ന് പറയുന്നത് കറപ്ഷനായിരുന്നു. കറപ്ഷനെതിരെ എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ ഇന്ന് അതിന്റെ മുഖ്യ നേതാവ് തന്നെ കറപ്ഷൻ കേസിൽ പെട്ട് ഒരുപാട് അതിനെതിരുള്ള എവിഡൻസ് ഒക്കെ അവർക്ക് ഒരുപാട് അങ്ങനെ വന്നിട്ടുണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കേജ്രിവാൾ ഒരു ആശ്വാസമൊന്നുമല്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ദാസൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദാസൻ, ഈ ജാമ്യം കിട്ടിയാലും കേജ്രിവാൾ ഒരു കൂട്ടിലടച്ച കിളിയാകും എന്നാണ് പൊതുവെ പറയുന്നത്. കാരണം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല, സെക്രട്ടേറിയറ്റിലേക്ക് പോകാനാകില്ല, ഫയലുകൾ ഒപ്പിടാനാകില്ല. കേജ്രിവാൾ എന്ന രാഷ്ട്രീയ നേതാവിനെ BJP ഈ കേസിലൂടെ, അല്ലെങ്കിൽ ഈ കേസിലൂടെ CBI-യും അതുപോലുള്ള ED-യും ഒക്കെ ഈ കേസെടുക്കുന്നതിലൂടെ ഈ രാഷ്ട്രീയ നേതാവിനോട് പകരം വീട്ടുകയാണ് എന്നൊരു ആരോപണവും ഒരു ഘട്ടത്തിൽ വന്നിരുന്നു. ഇതിനെ ശ്രീ ദാസൻ എങ്ങനെയാണ് കാണുന്നത്? ഈ പകരം വീട്ടുന്നതിന് ഇത് ഇങ്ങനെയൊന്നും പാടില്ലപ്പ. ഒരു രാഷ്ട്രീയ നേതാവിനോട്, അയാൾ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നേതാവല്ലേ, ഒരു ദേശീയ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. അപ്പൊ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഇപ്പൊ നാളെ ഇപ്പൊ ഭരണത്തിന് മാറിക്കഴിഞ്ഞാൽ ഈ BJP ആൾക്കാരുടെ പേരിലൊക്കെ ഇവർക്കും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ പോലെ. ഇതൊന്നും ഒരു മാന്യതയല്ല. ഒരു രാഷ്ട്രീയത്തില് ഒരു മാന്യതയും മര്യാദയും പോകണം. ഇതൊക്കെ തോന്നിയവാസമായ പരിപാടിയാണ്. ഈ അരവിന്ദ് കെജ്രിവാൾ കുറച്ചുകൂടെ വിലപ്പെട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇയാൾ ഇനി ഒരു യാത്രയൊക്കെ പൊടി ചിലപ്പോൾ നടത്തും, ദേശീയ തലത്തിലൊക്കെ ഇവരൊന്ന് ശ്രദ്ധിക്കപ്പെടും. നോക്കിക്കൊള്ളുകൾ കുറച്ച് ഇത് BJPക്ക് ക്ഷണം ചെയ്യും ഈ പരിപാടി. നാളെ ഇവർക്കും ഇത് ബാധിക്കും. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഡേവിഡ് വിജയ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഡേവിഡ് വിജയ്, എങ്ങനെയാണ് ഈ ജാമ്യത്തെ കാണുന്നത്? വ്യവസ്ഥകൾ പലതും സുപ്രീം കോടതി ജാമ്യത്തിൻ്റെ ഭാഗമായി ഉണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ സെക്രട്ടേറിയറ്റിലോ അരവിന്ദ് കെജ്രിവാളിന് പോകാനാകില്ല. എങ്ങനെയാണ് ശ്രീ ഡേവിഡ് വിജയ് ഇതിനെ കാണുന്നത്? അരവിന്ദ് കെജ്രിവാൾ തുടക്കം മുതലേ അദ്ദേഹത്തിന് പാളിച്ചകളാണ് പറ്റിയിരിക്കുന്നത്. അന്ന് അണ്ണാ ഹസാരെ പറഞ്ഞതാണ്, നമുക്ക് രാഷ്ട്രീയം വേണ്ട, അത് കഴിഞ്ഞ് ലോക്പാലിന് വേണ്ടി ബില്ല് അവതരിപ്പിക്കാം, അപ്പൊ അഴിമതികൾക്കെതിരെ ഏറ്റവും ശക്തമായ നടപടി വരുമ്പോൾ അഴിമതി കുറഞ്ഞാൽ തന്നെ രാജ്യത്തിന്റെ സംബന്ധിച്ച പുരോഗതിയൊക്കെ ഉണ്ടാവും. അതൊന്നും ഇദ്ദേഹത്തെ കൊണ്ട് നടപ്പാക്കാൻ പറ്റിയില്ല. പിന്നെ കുറെ വൃഥാ വാഗ്ദാനങ്ങളാണ് കൊടുത്തത്. അവിടെ വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കും, ഞാൻ കറണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കും, നടക്കാൻ പറ്റാത്ത സംഭവങ്ങൾ. അദ്ദേഹം ഡൽഹി പിടിച്ചെടുത്തു കേട്ടോ. BJP-യുടെയും കോൺഗ്രസിന്റെയും ആസ്ഥാനമായിരുന്ന ഡൽഹി പിടിച്ചെടുത്തു. പിന്നെ പഞ്ചാബ് പിടിച്ചെടുത്തു. ഹരിയാനയിൽ ശക്തമായി വരുന്നു. ഗോവയിൽ അവർ ശക്തരാണ്. അങ്ങനെ നമ്മൾ പറയുന്നത് പോലെയല്ല, പാർട്ടിക്ക് അവരുടെ അടിത്തറ വലുതാവുന്നുണ്ട്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ.
എവിടെ അടിത്തറ വലുതാവുന്നുണ്ടെന്ന് അതിപ്പോ ആരും പെട്ടെന്ന് ഒരു ഇത് വലുതാവും. പക്ഷെ ഇതുകൊണ്ട് അദ്ദേഹത്തിന് BJPക്ക് ക്ഷീണമൊന്നും ചെയ്യില്ല. കാരണം കോടതിയാണല്ലോ അത് കൊടുക്കുന്നത്. ഇന്ന് കോടതിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ നോക്കി. ഒരാളെ ഇങ്ങനെ കേസ് തീരുന്നവരേക്ക് ജയിലിനകത്തിടാൻ പറ്റുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ കേസിന്റെ കോസ്റ്റ് ആൻഡ് കോൺസിക്വൻസസ്. അത് മാത്രമല്ല, ഈ CBI കൂട്ടിലടച്ചതല്ല എന്ന് തെളിയിക്കേണ്ടതുണ്ട് എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കേട്ടോ. അതെ, അത് തെളിവുണ്ട്. ഒരു തെളിവില്ലാതെ വെറും രാഷ്ട്രീയ ഉദ്ദേശമാണെങ്കിൽ കോടതി അദ്ദേഹത്തെ പുറത്തുവിടേണ്ട സമയം കഴിഞ്ഞു. അല്ല, അതല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ അത്രയ്ക്ക് മോശമാണ്, ഏതോ രാഷ്ട്രീയക്കാരനാണ് ജഡ്ജിയായിട്ടിരിക്കുന്നതെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരില്ലേ? വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഈ ഉണ്ണികൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ചെറുപുഴയിൽ നിന്നാണോ വിളിക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. സാറിന്റെ മെമ്മറി ശക്തിയെ ആദ്യമായിട്ട് ഞാൻ അനുഭവിക്കുന്നു. ഭയങ്കര ഓർമ്മയാ സാറിന്. അതെ അതെ അതെ. അപ്പോ ഞാൻ ഇനി കാര്യത്തിലേക്ക് കിടക്കാം. സാറേ, ഈ കേരളത്തിലെ ചാനലുകൾ പറഞ്ഞപ്പോ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടിയെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ഉപാധികളോടെയുള്ള ജാമ്യമാണെന്ന് ഇവര് പൊതുവെ റിപ്പോർട്ട് ചെയ്തില്ല. അതെനിക്ക് അല്ല, ഇവിടുത്തെ കേരളത്തിലെ ചാനലുകൾ അത് പ്രത്യേകം എടുത്തു പറഞ്ഞില്ല. പക്ഷെ എനിക്ക് മനസ്സിലായത്, ഞാൻ റിപ്പബ്ലിക് ചാനല്, ഇന്ത്യ ടുഡേ ചാനൽ നോക്കിയപ്പോഴാണ് ഇത് ഉപാധികളോടെയുള്ള ജാമ്യമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. അതിവിടുത്തെ ഇയാളെന്തോ നിരപരാധിയാണെന്നും ഇയാളെ വെറുതെ ജയിലിലടച്ചതാണെന്നും അപ്പൊ കേന്ദ്ര സർക്കാരിന് ജാമ്യം കിട്ടിയതോടെ കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാണെന്നും വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ ചാനലുകൾ, കേരളത്തെ ചാനലുകൾ ശ്രമിച്ചത്. ഉപാധികളോടെയുള്ള ജാമ്യമാണെന്ന് പല ന്യൂസ് ഐറ്റം പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. മറ്റു ചാനലുകൾ മിണ്ടിയിട്ടേ ഇല്ല അത്. അതുകൊണ്ട് സാറേ ഞാൻ പറയുന്നേ, ഈ ആപ്പിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കെട്ടുപൊട്ടിയ ചൂലിന്റെ അവസ്ഥയാണ്. ഇവരുടെ ചൂലാണല്ലോ ഇവരുടെ അടയാളം. രണ്ട് സംസ്ഥാനം ഭരിക്കുന്നുണ്ട് കേട്ടോ. അല്ല, രണ്ട് സംസ്ഥാനം ഈ ഇപ്പം ഏതായാലും ഇവര് ആ സമയത്തുണ്ട് അഴിമതിക്കെതിരെ ഒരു പോരാട്ടത്തിലൂടെ ഇവര് വളർത്തിയെടുത്ത ഒരു മുന്നേറ്റമായിരുന്നു അത്. ആ മുന്നേറ്റം ഇത് തന്നെ വേല് തന്നെ വിളവ് തിന്നുവാന്ന് പറഞ്ഞ പോലെ ഇവരെ ഈ അഴിമതി തന്നെ നടത്തിയ സ്ഥിതിക്ക് ഇപ്പൊ പിന്നെ ഡൽഹിയിൽ ഇന്നാള് കോൺഗ്രസും ആപ്പും കൂടെ ഒന്നിച്ചു നിന്ന് മത്സരിച്ചിട്ടും കൂടി 4-5 സീറ്റിൽ കെട്ടിവെച്ച കാശില്ല. അല്ല, അത് പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ രീതിയിൽ വോട്ട് ചെയ്യുന്നില്ല. അല്ല അതെ. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവര് ആ ചിത്രത്തിലേ ഇല്ലാതാകുമെന്നാണ് എല്ലാ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അനിൽകുമാർ വിളിക്കുന്നുണ്ട്. അനിൽകുമാർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കടുത്തുരുത്തി പെരുവ. കടുത്തുരുത്തി. അനിൽകുമാർ, ഈ കടുത്തുരുത്തിയിലെ ആളുകളൊക്കെ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുന്നത്? നന്നായിട്ട് വിലയിരുത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കടുത്തുരുത്തിയിലുള്ളത്. കടുത്തുരുത്തിയിലെ പറ്റി സാറിന് അറിയാമല്ലോ. കടുത്തുരുത്തിയിലെ നല്ല രീതിയിലാണ് വിലയിരുത്തുന്നത്. ഇപ്പൊ ഈ APPയുടെ സ്ഥാനമൊക്കെ എവിടെ പോയെന്നുള്ളത് നമുക്ക് ഇപ്പൊ പത്രങ്ങളും ചാനലുകളും കാണുന്നവർക്ക് അറിയാവുന്നതാണ്. APP എന്നുള്ള പ്രസ്ഥാനത്തിന്റെ ഒരു ആത്മാർത്ഥത വരുന്ന ആളുകളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ആ മദ്യനയ കേസുകളിൽ വന്നപ്പോ ഇപ്പൊ തന്നെ ജാമ്യം കിട്ടിയത് എങ്ങനെയാന്നൊക്കെ എല്ലാവർക്കും എന്താന്ന് അതിന്റെയൊക്കെ ഒരു മെരിറ്റ് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ ഏത് കേസിനായാലും ജാമ്യം കിട്ടും. ജാമ്യത്തിന്റെ ഉപാധികളോടുള്ള ജാമ്യം എങ്ങനെയുള്ളതാണെന്നും അത് തെറ്റ് ചെയ്തിട്ടാണോ ജാമ്യം കിട്ടിയത്, തെറ്റ് ചെയ്തിട്ടല്ലയോ, അങ്ങനെയാണെങ്കിൽ അവര് കേന്ദ്ര സർക്കാരിനെ സുപ്രീം കോടതി കുറ്റപ്പെടുത്തുകയാണെങ്കിൽ തന്നെ ഇത്രയും നാൾ കൊടുത്ത് അങ്ങേർക്ക് ജാമ്യം കിട്ടണ്ടല്ലേ? 5 മാസത്തോളം ജയിലിലല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങേര് എന്തുകൊണ്ട് ഇതിനു മുമ്പ് ജാമ്യം കൊടുത്തില്ല? ജാമ്യം കൊടുത്തിരുന്നു. എന്തായാലും തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ജനങ്ങൾക്ക് അത് വിശ്വസിക്കാൻ എനിക്ക് ബോധ്യപ്പെട്ടിട്ട് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ചക്കരക്കുടത്തിൽ കൈയിട്ടവൻ നക്കാതിരിക്കൂ. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഉണ്ണികൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? എവിടെ നിന്നാണ്? കൊല്ലം ജില്ലയിൽ എവിടെ നിന്നാണ്? കൊല്ലത്ത് മാടമല എന്നാണ് എന്റെ പേര്. ഉണ്ണികൃഷ്ണൻ. അപ്പൊ ഞാൻ ഷീലാ ദീക്ഷിത് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഡൽഹിയിൽ നടന്ന ആ ഒരു വലിയ ഇൻസിഡന്റ്, ആ ഇൻസിഡന്റിന്റെ ഭാഗമായി ഉണ്ടായ ഒരു വലിയ സമരം, ആ സമരത്തിന് അതിഭയങ്കരമായി വിജയിക്കുക, അത് അവിടെ നിന്ന് പിന്നീട് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് എത്തുകയും ഒരു ചൂതെന്ന് പറഞ്ഞൊരു പുതിയ മുദ്രാവാക്യം, തൂത്തുകളയുന്നു എല്ലാ അഴിമതികളൊന്നും പറഞ്ഞിട്ടൊക്കെ വന്നു കയറി കൊള്ള ഒരു തരംഗം ഉണ്ടായി. പക്ഷേ
അന്ന് ആരെയാ എതിർത്തിരുന്നത്? ഷീലാ ദീക്ഷിത് ആരാ? കോൺഗ്രസിലുള്ള എല്ലാ അഴിമതിക്കാരെയും ഒരേപോലെ എതിർക്കുകയും ഒരു കാരണവശാലും കോൺഗ്രസുമായിട്ട് ചേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും 21 സീറ്റേ കിട്ടിയോളെന്നോ അതുകൊണ്ട് ഒന്നുകൂടെ വീണ്ടും ഇല്ല, ഭൂരിപക്ഷം ഇല്ല, വീണ്ടും ഒന്നുകൂടെ ഭൂരിപക്ഷത്തോടുകൂടി 32 കണ്ട് കിട്ടി കയറുകയും രണ്ടാമത്തെ ടേമും വന്നു. ഞാൻ ഇപ്പം മനസ്സിലാക്കിയത് ഇപ്പൊ അവര് കോൺഗ്രസുമായിട്ട് ചേർന്നിരിക്കുക. അപ്പൊ കോൺഗ്രസിലുള്ള അഴിമതിയൊക്കെ കഴിഞ്ഞ കോൺഗ്രസിലെ അഴിമതിക്കാർ ഇപ്പോഴും അവിടെ തന്നെ ഇപ്പൊ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം പൂർണ്ണമായിട്ടും പറഞ്ഞ ഇപ്പൊ ഈ ഇറങ്ങിയത് ഇത് ഒന്നും ശക്തനല്ലാത്ത ഒരു മനുഷ്യൻ ഇറക്കിയിരിക്കുക. ഇദ്ദേഹത്തിന് ഇതുകൊണ്ടുള്ള ആകെ ഒരു ഗുണം ഞാൻ കാണുന്നത് വീട്ടിലെ ഭക്ഷണം കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് വേറെ യെച്ചൂരിയെ പോയി കാണാം, അവിടെ ഒരു ബിഗ് സലൂട്ട് കൊടുത്തിട്ട് അതിന്റെ കൂടെ നിന്നിട്ട് ഇനി ഉള്ള ചക്കി കൂടെ പോയി കിട്ടത്തേ ഉള്ളൂ. ഈ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനെ പിടിച്ച് അകത്ത് നടത്തില്ല. കാര്യം ഇദ്ദേഹത്തിന് ഇനി ഇറങ്ങി ഇവിടെ ഒന്നും ചെയ്യാറില്ല സാറേ. കാര്യം കഴിഞ്ഞു. നേരത്തെ ഒരാൾ പറഞ്ഞിട്ട് അത് തന്നെയാണ് ഈ മദ്യ അഴിമതിയിൽ അദ്ദേഹത്തിനും കൈ ഉണ്ടാവും. എനിക്ക് തൊട്ടു മുമ്പ് പറഞ്ഞ ആള് പറഞ്ഞ അതേ വരി തന്നെയാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശിവജി എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശിവജി തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ശിവജി, എങ്ങനെ കാണുന്നു ഈ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ദീർഘകാലം വിവാദങ്ങളുണ്ടായി? ഇപ്പോൾ തന്നെ ED ഒരു കേസിൽ ജാമ്യം കൊടുക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ CBI അടുത്ത ഘട്ടത്തിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കരുതിക്കൂട്ടി കുടിക്കിയതാണ് എന്നാണ് AAPയുടെ ഒരു വാദം. അത് ഏത് ഘട്ടം വരെ ഇനി നീങ്ങും? കെജ്രിവാൾ കരുത്തനാകുമോ രാഷ്ട്രീയത്തിൽ എന്ന ചോദ്യം കൂടി ഉയരുകയാണ്. ഈ ചൂലെന്ന് പറയുന്ന സാധനമേ ഒരുപാട് എണ്ണങ്ങളെ കൂട്ടിക്കെട്ടി വെക്കുന്ന ആ കയറിൽ മാത്രമാണ് അത് നിൽക്കുന്നത്. അത് അഴിഞ്ഞാ കഴിഞ്ഞു. പിന്നെ ചൂലെന്ന് പറയാൻ പറ്റില്ല, ഈർക്കിൽ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ ആം ആദ്മിയുടെ പാർട്ടിയുടെ അവസ്ഥയും അത് തന്നെയാണ്. പിന്നെ ഏതെങ്കിലും പാർട്ടിയെ ചാരി നിൽക്കാം. പണ്ട് അഴിമതിയെ പറഞ്ഞ് കയറി വന്ന ആ കോൺഗ്രസിനെ ചാരിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ ചാരി മാത്രമേ അവർക്ക് ഇനി നിൽക്കാൻ പറ്റുള്ളൂ. ചൂല് കഴിഞ്ഞു, ചൂലിന്റെ പരിപാടി കഴിഞ്ഞു. അവരടിക്കാനൊക്കെ ഒരു അവസരം അവർക്ക് കൊടുത്തിരുന്നു. അവരടിക്കലും വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞു. ഇനി അയാൾ എന്തായാലും അഴിമതി നടത്തി എന്നുള്ളത് ഉറപ്പാ. അയാളുടെ കൂടെയുള്ള ആൾക്കാരും അതിന് കൂട്ടുനിന്നിട്ടുകൊണ്ട് അഴിമതിയുടെ കൂടാരമായി മാറിയതിനു ശേഷമാണ്. പിന്നെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ പൊതുവെ ഒരു ട്രെൻഡ് എന്താ വെച്ചാൽ BJP എന്ത് ചെയ്താലും, ഇപ്പൊ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ, BJP എന്ത് ചെയ്താലും അവരെ തകർക്കാനാന്നാ പറയണത്. അല്ലാതെ ഇപ്പൊ പിണറായി ആയാലും എന്താ പറയണേ, പാർട്ടിയെ തകർക്കാനാന്ന് പറയണേ, പിണറായി തകർക്കാനാന്ന് പറയണ. സ്വാഭാവികമായി രാഷ്ട്രീയപരമായി വരുമ്പോ അങ്ങനെയൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരു താൽക്കാലിക സ്വാഭാവികമായിട്ട് കോടതികൾ കുറച്ച് കഴിയുമ്പോൾ ജാമ്യം കൊടുക്കും, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കൾക്ക്. അല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇനി ഈ പുള്ളിക്ക് കിട്ടാനും പോകുന്നില്ല. പിന്നെ പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ കൃത്യ സമയത്തായി യെച്ചൂരിയുടെ മൃതദേഹം ഒന്ന് കാണാനുള്ള ഒരു അവസരം പുള്ളിക്ക് എന്തായാലും കിട്ടും. യെച്ചൂരി മരിച്ച സ്ഥിതിക്ക് നമ്മളെ പിണറായി വിജയനെ പിടിച്ച് അവിടെ ശരിക്കും അങ്ങോട്ട് നേതാവാക്കുകയാണെങ്കിൽ ഈ സാധനം, ഈ പറയുന്ന കമ്മ്യൂണിസം എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഈ ചൂല് കൊണ്ട് അടിച്ചു വാരി വൃത്തിയാക്കി പാത്രമൊക്കെ കഴുകി വെക്കുകയും ചെയ്യാം. അത് പിണറായി വിജയനെ ആക്കണം എന്നൊരു അഭിപ്രായം കൂടെ എനിക്ക് ഇതിനിടയ്ക്ക് പറയാനുണ്ട് സാറേ. സുരേന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ സുരേന്ദ്രൻ, എങ്ങനെയാണ് കാണുന്നത് അഴിമതി രഹിത രാഷ്ട്രീയത്തിൻ്റെ ഒരു കൊടുങ്കാറ്റായി, ഒരു ആശയ സംവാദമായി ഒക്കെ ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അതിൻ്റെ ഏറ്റവും വലിയ നേതാവ് തന്നെ അഴിമതി കേസിൽ അകത്താവുകയും 5 വർഷം ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്യേണ്ട, അല്ല 5 മാസം ജയിലിൽ ജാമ്യമില്ലാതിരിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി. അത് കഴിഞ്ഞൊക്കെ അദ്ദേഹം പുറത്തിറങ്ങിയിരിക്കുകയാണ്. കെജ്രിവാൾ നിരപരാധിത്വം തെളിയിക്കാൻ കരുത്തനാണോ അതോ ദുർബലനായ ഒരു കെജ്രിവാളാണോ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്? നമസ്കാരം സാർ. നമ്മുടെ അവിടുത്തെ നിയമങ്ങളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം, ഈ നിയമം അനുസരിച്ച് എത്ര നാള് ഇതിനെ മുന്നേ സിസോദിയനെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഈ നിയമത്തിന്റെ കുറെ പ്രശ്നങ്ങൾ ഇതിലുണ്ട്. കൂടാതെ കെജ്രിവാളിനെതിരെ എന്നാണ് കേസെടുത്തത്? രാജ്യത്ത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത അന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ പിടിച്ച് ജയിലിലടച്ചിടുക, EDയെ കൊണ്ടുവന്നിട്ട് ജയിലിലടച്ചിടുക. EDയുടെ കയ്യിൽ നിന്ന് ജാമ്യം കിട്ടുന്ന അവസരം വന്നപ്പോ CBI കൊണ്ട് കേസെടുപ്പിച്ച് വീണ്ടും അത് നീട്ടിക്കൊണ്ടുപോവുക. ഈ CBI അല്ലേ ഇപ്പോ ഈ കൂട്ടിലടച്ച തത്താന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ്, അത് കേന്ദ്ര ഗവൺമെന്റ് തിരിച്ചടിയാണോ? BJPക്ക് എന്തെങ്കിലും തിരിച്ചടി എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് സ്വാഭാവികമാണ്. അത് കൂട്ടിലടച്ച തത്തയല്ല എന്ന് തെളിയിക്കണം എന്നല്ലേ പറഞ്ഞു? അതായത് ഉടനെ വിട്ടയക്കുന്ന CBI കേവലം കൂട്ടിലടച്ച തത്ത മാത്രമല്ല, സ്വതന്ത്രവും സജീവമായ ഏജൻസിയാണ് എന്ന് തെളിയിക്കേണ്ടതുണ്ട് എന്നാണ് ജസ്റ്റിസ് ബുയാൻ പറഞ്ഞത്. അതെ, തെളിയിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇദ്ദേഹത്തെ പിടിച്ച് ഈ ജയിലിലടച്ച് ഇത്ര നാള് ജയിലടച്ചത് എന്തിനാണ്? നിങ്ങൾക്ക് തെളിവുകളും കാര്യങ്ങളും മറ്റും ഉണ്ടെങ്കിൽ പിന്നെ എല്ലാ കേസിലും ജാമ്യം കിട്ടുന്ന പറയുന്നത് വെറുതെയാ. മറ്റേ നടിയെ ആക്രമിച്ച കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ എല്ലാ കേസിലും ജാമ്യം കിട്ടുന്ന കേസും
ക്രിമിനൽ കുറ്റകൃത്യങ്ങളിലും അതിന്റെ കേസിന്റെ അതായത് ED കൊടുക്കുന്ന കേസിന്റെ ഒരു പ്രത്യേകതയാണ്. ആ ലോ വെച്ചിട്ടാണ് ഇവരെ പിടിച്ചിടുന്നത്. ഇവർക്ക് ഒരു ആർക്കെങ്കിലും ED കൊടുത്തിട്ടില്ല പെട്ടെന്ന് ജാമ്യം കിട്ടിയില്ല. ആർക്ക് ജാമ്യം കിട്ടിയാണ്? ഒരാൾക്കും കിട്ടിയിട്ടില്ലല്ലോ, പെട്ടെന്ന് ജാമ്യം കിട്ടിയിട്ടില്ലല്ലോ. ഇവര് സുപ്രീം കോടതിയും കോടതികളായ സുരേന്ദ്രൻ വ്യക്തമാണ്. മോഹൻ എന്നൊരു പ്രേക്ഷകൻ പുതുക്കാട് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മോഹൻ കേൾക്കാമോ? നമസ്കാരം. നമസ്കാരം, കേൾക്കാം. ശ്രീ മോഹൻ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതെ അതെ അതെ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, അഭിപ്രായം പറയാറുണ്ട്. ഇല്ല, ഞാൻ പറയുന്നത് എന്താ വെച്ചാല് ഇദ്ദേഹത്തിന് എനിക്ക് ഈ രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹം ഇതോടുകൂടി അവസാനിക്കുന്നു. കാരണം വേറെ ഒന്നുമല്ല, നമുക്കറിയാലോ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് എന്തൊക്കെ ബഹളായിരുന്നു മറ്റുള്ള രാഷ്ട്രീയക്കാര്. അവസാനം എന്തായി? പവനാവി ശവമായി. അതാണ് സംഭവിച്ചത്. ഇദ്ദേഹം ഇതോടുകൂടി കഴിഞ്ഞു. അഴിമതി നടത്തി ജനങ്ങളുടെ പണം കട്ട് തിന്ന ഇവനൊക്കെ ഞാൻ പറയണേ ഒരിക്കലും പുറത്തു വിടാൻ പാടില്ല. ഇവർക്ക് ആർക്കെങ്കിലും ഇത്ര കാലം ഇവിടെ BJP ഭരിക്കുന്നു, ഏതെങ്കിലും ഒരു BJP നേതാവിന്റെ പേരിൽ ഒരു അഴിമതി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്? അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്? അതൊക്കെ വലിയ വിവാദങ്ങളിലേക്കല്ലേ BJP BJP എത്ര അഴിമതി കേസുകൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ തന്നെ ഓർക്കുന്നതാണ്, ഹിമന്ത ബിശ്വ ശർമ്മയെ പറ്റി 10,000 കോടി രൂപയുടെ അഴിമതിയാണ് പറഞ്ഞു. BJP ചേർന്നപ്പോ BJP ചേർന്നപ്പോ ഒരു നിങ്ങളല്ലേ ആരോപണം കൊണ്ടുവന്നത്, ഞങ്ങളാരുമല്ല. നവീൻ ജിൻഡാലിന്റെ കൽക്കരി കുംഭകോണം ആരോപണം കൊണ്ടുവന്ന ആരാ? BJP അല്ലേ. BJPയിൽ നവീൻ ജിൻഡാൽ ചേർന്നു. 2024 പ്രശ്നം തീർന്നു. അശോക് ചവാന്റെ ആദർശ് കുംഭകോണം കൊണ്ടുവന്ന ഹൗസിംഗ് കുംഭകോണം കൊണ്ടുവന്നതാരാ? BJP അല്ലേ. 2024 അശോക് ചവാൻ കോൺഗ്രസിൽ ചേർന്നു. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നു. അല്ല തീരട്ടെ, അജിത് പവാറിന്റെ 70,000 കോടിയുടെ ഇറിഗേഷൻ സ്കാം കൊണ്ടുവന്നതാരാ? BJP അല്ലേ. അജിത് പവാർ NCP BJPയോടൊപ്പം നിന്നപ്പോൾ ആ പ്രശ്നം തീർന്നു. പ്രഫുൽ പട്ടേലിന്റെ എയർ ഇന്ത്യ സ്കാം കൊണ്ടുവന്നതാരാ? BJP അല്ലേ. എന്നിട്ട് ഇപ്പൊ എന്തായി? അത് വന്നു. സുവേന്ദു അധികാരി ഇപ്പൊ ബംഗാളിലെ വലിയ നേതാവാണ്. നിങ്ങൾ കൊണ്ടുവന്നതാണ് ടീച്ചേഴ്സ് റിക്രൂട്ട്മെന്റ് സ്കാം. അതേപോലെ സഞ്ജയ് സേത്തിനെ നിങ്ങൾ അഴിമതിക്കാരനെന്ന് വിളിച്ചു. 2019 നിങ്ങളോടൊപ്പം ചേർന്നു. ഗീത കോട എന്നത് മധു കോട എന്ന വലിയ കൽക്കരി കുംഭകോണത്തിന്റെ വക്താവാണ്. എല്ലാം BJPയിൽ ചേർന്നു. അല്ല, ഞാൻ അങ്ങനെ പറയില്ല. നിങ്ങൾ പറഞ്ഞ ഈ അഴിമതി ആരോപണങ്ങൾ അല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് വളരെ സിമ്പിളായുള്ള ഉത്തരം, അഴിമതിക്കാരായ ആരെങ്കിലും BJPക്കാർ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അഴിമതിക്കാരെ വാങ്ങിച്ച് അല്ലെങ്കിൽ അഴിമതിക്കാർ നിങ്ങളുടെ പാർട്ടിയിൽ ചേർന്നപ്പോൾ അവരെല്ലാം അഴിമതിക്കാരല്ലാതായി മാറി എന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ അതുകൊണ്ടാണല്ലോ വാഷിംഗ് മെഷീൻ എന്ന പ്രയോഗം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്നത്. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതിൽ ക്ഷോഭ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. യെസ്, ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് മോഹൻ. വളരെ നന്ദി വിളിച്ചതിന്, പുതുക്കാട് നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ഒരു ചെറിയ ഇടവേള, ഷോർട്ട് ബ്രേക്ക്. യെസ്, പൊതുവേദി തുടരുകയാണ്. റംല എന്നൊരു പ്രേക്ഷകൻ നമുക്ക് ഒപ്പം ചേരുന്നുണ്ട്. അതിനു മുമ്പ് യൂട്യൂബിൽ ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട്. രഘുനന്ദൻ പറയുന്നു, തീർച്ചയായും തിരിച്ചടിയാണ്, കുറ്റങ്ങൾ ഒന്നും തെളിയാതെ അകത്തിട്ടിരിക്കുകയാണ്, അത് തീർച്ചയായിട്ടും തിരിച്ചടിയാണ് എന്ന് രഘുനന്ദൻ യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ പരാമർശം വയ്ക്കുന്നു. അണ്ണാ ഹസാരെ പോയപ്പോൾ എല്ലാം പോയി എന്ന് CS ബിജു പറയുന്നു. തോമസ് മാത്യു BJPക്കും തിരിച്ചടി തന്നെ എന്ന് പറയുന്നു. ഗോദവർമ്മൻ എല്ലാവരെയും എക്കാലത്തും കബളിപ്പിക്കാൻ കഴിയില്ല എന്ന് ഗോദവർമ്മൻ പറയുന്നു. അതോടൊപ്പം തന്നെ തോമസ് മാത്യു ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും വിലക്കയറ്റം അതിരൂക്ഷമാണ്, ആ വിഷയം പറയണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഷാജി KM എന്നൊരു പ്രേക്ഷകൻ പൊതുവേദിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചിരിക്കുന്നു. റംല അരൂരിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീമതി റംല, ഈ കെജ്രിവാളിൻ്റെ തിരിച്ചുവരവാകുമോ ഈ ജയിൽ മോചനം, അതോ കെജ്രിവാൾ എന്ന വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ അസ്തമനമാകുമോ? സാറേ, എനിക്ക് പറയാനുള്ളതേ, ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാണ് കേന്ദ്രത്തിന് കിട്ടിയിരിക്കുന്നത്. അതായത് കെജ്രിവാള് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നിരിക്കുന്ന വരവാണിത്. എന്താന്ന് വെച്ചാൽ നിരപരാധിയാണെന്നാണോ ശ്രീമതി റംല? നിരപരാധിയാണ്. നല്ല ഒരു മനുഷ്യനാണ് കെജ്രിവാള്. അയാള് നിരപരാധിയാണ്. ഈ 5 മാസം ഈ ജയിലിൽ കിടന്നത് എന്നാണ് എനിക്കൊരു സംശയം. ജയിലിൽ കിടന്നത് ഇതുപോലെയുള്ള ഒരാളെ ഒതുക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ കേന്ദ്രത്തിന് തോന്നിയ പോലെയുള്ള ഇത് പ്രവർത്തനം നടത്താൻ പറ്റുള്ളൂ. ഈ ആള് പൊതുരംഗത്തുണ്ടെങ്കിൽ കേന്ദ്രത്തിന് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നടപടി ഉണ്ടാക്കാൻ പറ്റൂല. അതുകൊണ്ട് മാത്രം ഇത്രയും മാസം പിടിച്ച് ജയിലിൽ ഇട്ടതാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
കെജ്രിവാൾ വരുന്നത് പൂർവാധികം ശക്തിയോടുകൂടി ആയിരിക്കും ഇനി വരുന്നത്. അത് കേന്ദ്രത്തിന് ഇതിലും വലിയ തിരിച്ചടി തന്നെയായിരിക്കും സാറേ, എനിക്കതാ പറയാനുള്ളത്. വളരെ വ്യക്തമാണ് റംലയുടെ പ്രതികരണം. 2021-22 വർഷത്തിലാണ് ദില്ലി മദ്യനയം രൂപീകരിക്കുന്നതിൽ ക്രമക്കേട് എന്ന ആരോപണം ഉയർന്നു വരുന്നത്. അങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസെടുക്കുന്നത്. മുഖ്യമന്ത്രിയായ കെജ്രിവാളും മറ്റ് നേതാക്കളും ചേർന്ന് ഈ മദ്യനയത്തിൽ മനഃപൂർവ്വം ചില പഴുതുകൾ സൃഷ്ടിച്ചു എന്നായിരുന്നു ആരോപണം. അങ്ങനെ ലഭിച്ച ഫണ്ട് ഗോവയിലെ ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചു എന്ന് അന്വേഷണ ഏജൻസികൾ അവരുടെ പരാതിയിൽ പറയുന്നു. അജയ്കുമാർ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അജയ്കുമാർ, ഈ ഭിന്നാഭിപ്രായത്തോടു കൂടിയാണെങ്കിലും കെജ്രിവാളിൻ്റെ ജാമ്യം ജഡ്ജിമാർ അംഗീകരിച്ചിരിക്കുന്നു. ഇത് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ക്രിമിനൽ നടപടിക്രമം ചട്ടം 41 വകുപ്പിലെ ഉത്തരവുകൾ പാലിക്കുന്നതിൽ CBI പരാജയപ്പെട്ടു എന്ന വാദത്തിൽ കഴമ്പില്ല എന്നൊക്കെ CBI അനുകൂലിച്ച് ചില പരാമർശങ്ങളും കോടതി നടത്തിയിട്ടുണ്ട്. ശ്രീ അജയ്കുമാർ ഇതിനെ എങ്ങനെ കാണുന്നു? ഇല്ല, അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ജാമ്യം ഒരു അവകാശമല്ലേ, ഒരു നിയമമല്ലേ. അപ്പൊ ജാമ്യം കിട്ടിയത് കൊണ്ട് അദ്ദേഹം കുറ്റക്കാരനല്ലാതെ വരുന്നില്ലല്ലോ. അദ്ദേഹം എന്നല്ല, ജയിലിൽ പോകുന്ന ആരും തന്നെ ജാമ്യം ലഭിച്ചതുകൊണ്ട്, അതായത് ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്നല്ലേ പറയപ്പെടുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു റൂളാണത്, ഈ രാജ്യത്തെ റൂളാണത് അദ്ദേഹത്തിന് കിട്ടി, അത്രയേ ഉള്ളൂ. അദ്ദേഹം കുറ്റവിമുക്തനാകുന്നില്ലല്ലോ അവിടെ. ഇപ്പൊ അതുപോലെ ജാമ്യത്തിൽ നിൽക്കുന്ന പല രാഷ്ട്രീയ നേതാക്കളുമില്ലേ നമ്മുടെ രാജ്യത്ത്. സാമ്പത്തിക ക്രമക്കേട്, ഇപ്പം പി ചിദംബരം ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ മകനായിക്കോട്ടെ, സോണിയാഗാന്ധി ആയിക്കോട്ടെ, രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, ഇവരുടെ എല്ലാം പേരിൽ എല്ലാവരെയും അങ്ങനെ ജയിലിലാക്കിയെന്നാണ്, അല്ലെങ്കിൽ കുറ്റം ചാർത്തിയെന്നാണ് അവരുടെ ആരോപണം കേട്ടോ. അല്ല, അങ്ങനെയുണ്ട്. ഈ രാജ്യത്തൊരു കോടതി ഇല്ല. ഈ കോടതിയൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു ഭരണകൂടമോ പറയുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഓപ്പണായിട്ട് പറയേണ്ടി വരും. ഇല്ല, അങ്ങനെയൊന്നും ആരും പറയുന്നില്ല. പക്ഷേ ഈ അവര് ഈ BJP-യിലേക്ക് ചേർന്നപ്പോൾ ഇവരുടെയൊക്കെ ഈ അഴിമതി കേസുകൾ നിലംപൊത്തിയതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ അതിന്റെ പേരുകളുടെ പട്ടികയൊക്കെ ഞാൻ തന്നെ ഒരിക്കലും ആവർത്തിക്കുന്നില്ല. അല്ല, ഓക്കെ, ആവർത്തിക്കണ്ട. അങ്ങനെ ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെ ചേർന്നവരുടെ ആരുടെയും ഒരു കേസും എവിടെയും ക്വാഷ് ചെയ്യപ്പെട്ടിട്ടില്ല. 8 മാസം കഴിഞ്ഞപ്പോൾ BJP-യിൽ ചേർന്നപ്പോൾ അദ്ദേഹത്തിന്റെ കേസ് പോയി. ഇപ്പോ പ്രഫുൽ പട്ടേൽ, പക്ഷെ അദ്ദേഹത്തിന്റെ കേസ് എവിടെയെങ്കിലും ക്വാഷ് ചെയ്യപ്പെട്ടതായിട്ട് ഇദ്ദേഹം അന്വേഷണം പിന്നെ എന്താണ് ഇനി അന്വേഷണം അവസാനിപ്പിച്ച് ഇതിൽ തെളിവില്ല എന്ന് വ്യക്തമാക്കി CBI റിപ്പോർട്ട് കൊടുത്തു. ഹിമന്തോ ബിശ്വ ശർമ്മയുടെ കേസ് എന്തായി? നവീൻ ജിൻഡാലിന്റെ കേസ് എന്തായി? അശോക് ചൗഹാന്റെ കേസ് എന്താകും? അജിത് പവാറിന്റെ കേസ് എന്താകും? സഞ്ജയ് സേത്തിന്റെ കേസ് എന്താകും? ഗീതാ കോട BJP-യുടെ പക്ഷത്തേക്ക് വരുമ്പോൾ ഇനി അവർക്ക് എന്ത് പരിരക്ഷ ലഭിക്കും എന്നൊക്കെയുള്ള ആശങ്കകൾ ഒരു വശത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. 28% സ്ഥാനാർത്ഥികൾ മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവരാണ്. 25 അഴിമതിക്കാർ ഈ പാർട്ടിയിൽ സ്ഥാനാർത്ഥികളായി മത്സരിച്ചു എന്നാണ് പിന്നെ മറ്റു പാർട്ടിയിൽ നിന്ന് അന്വേഷണം ഭയന്ന് ഇങ്ങോട്ട് വന്ന് മത്സരിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഏതായാലും നോക്കാം. ഏതായാലും ഞാനിപ്പോൾ BJP-യുടെയോ ആമിന്റെയോ പക്ഷം പിടിക്കുന്നില്ല. അങ്ങേക്ക് അങ്ങയുടെ അഭിപ്രായം വെക്കാം. മറ്റൊരു പ്രേക്ഷകൻ കൂടി നിൽക്കുകയും. ഞാൻ ഇതിനൊരു മറുപടിയോടെ പറയുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ നിന്ന് തന്നെ സരിത കേസുമായിട്ട് ബന്ധപ്പെട്ട് CBI അന്വേഷിച്ചല്ലോ. നേരെ മറിച്ച് CBIക്ക് കോൺഗ്രസിനെ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ഇല്ലാതാക്കാനാണെങ്കിൽ ഇവരുടെ എല്ലാം പേരിൽ ചാർജ് ഷീറ്റ് കൊടുത്തിരുന്നെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് കാണത്തില്ലല്ലോ. അതാണ് കോൺഗ്രസിലെ സർവ്വ പ്രമുഖരും അതിനകത്തിൽ പ്രതികളായിട്ട് ആരോപിക്കപ്പെട്ട് LDF സർക്കാർ എടുത്ത കേസല്ലേ ഇത്. ആ കേസ് അന്വേഷിച്ച് CBI അപ്പൊ LDF സർക്കാർ എടുത്ത കേസ് താങ്കൾ പറയുന്ന രീതിയിൽ അല്ലെ ആരോപണങ്ങൾ രീതിയിൽ BJP സർക്കാർ അന്വേഷിച്ചിട്ട് അതിൽ കഴമ്പില്ല, അതിനകത്തിൽ കുറ്റങ്ങളില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ BJP-യുടെ കേന്ദ്ര സർക്കാരിന്റെ CBI കേരളത്തിലെ കോൺഗ്രസിനെ സഹായിക്കുകയാണെന്ന് കൂടി പറയണം. കേരളത്തിൽ ഒരൊറ്റ, ഇപ്പൊ ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ് MP ഈ മത്സരിക്കാൻ ഇപ്പൊ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ നിങ്ങൾ തന്നെയല്ലേ ഈ സ്വർണ്ണക്കടത്തിൽ എത്രയോ ആളുകളുടെ പേരുകൾ പറഞ്ഞത് ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളിൽ? ഇപ്പൊ എന്നിട്ട് അന്വേഷിച്ച് അവിടെ എത്തുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അത് വ്യാജ ആരോപണങ്ങളായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരില്ലേ? അത് അന്വേഷണത്തിൽ ചിലത് പുറത്തു വരും, ചിലത് നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അങ്ങനെ മറുപടി കിട്ടാതെ വരും. ഇപ്പൊ ഞാൻ അങ്ങനെയല്ല, സമയം കഴിയാറായിരുന്നു കേട്ടോ. അല്ല, സ്വർണ്ണക്കടത്തിനകത്തിൽ ചില ഡിപ്ലോമാറ്റിക് ലിങ്കുകളൊക്കെ വരുന്നുണ്ട്. അതിനൊക്കെ ഒരു സർക്കാരിന് പരിധികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. ഏതായാലും ഈ ആരോപണങ്ങൾ ഉന്നയിച്ചൊന്നും ഞാനല്ല കേട്ടോ, BJP-ക്കാർ തന്നെയാണ്. ഹിമന്ത ബിശ്വാസിനും നവീൻ ജിൻഡാലിനും അശോക് ചൗഹാനും അജിത് പവാറിനും അതുപോലെ പ്രഫുൽ പട്ടേലിനും സഞ്ജയ് സേത്തിനും ഒക്കെ എതിരെ ആരോപണം ഉന്നയിച്ച് ഞാനല്ല, BJP-ക്കാർ തന്നെയാണ്. അതേ ഞാൻ പറഞ്ഞു വെച്ചുള്ളൂ.
അല്ല ഇതെല്ലാം നമ്മൾ എപ്പോഴും പറയുന്നല്ലോ ആരോപണങ്ങളാണെന്ന്. ഇവരാരെ ഏതായാലും വ്യക്തമാണ് അജയ് കുമാർ. സമയം അതിക്രമിച്ചുകൊണ്ടാണ്. ഏതായാലും വളരെ നന്ദി. വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്ത് ദീപു വിളിച്ചിരുന്നു, പക്ഷേ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയും എന്ന് തോന്നുന്നില്ല. സമയം അവസാന ഘട്ടത്തിലായതുകൊണ്ടാണ്. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം, ഇത് കേന്ദ്ര സർക്കാരിനുള്ള അല്ലെങ്കിൽ മോദി സർക്കാരിനുള്ള തിരിച്ചടിയാണോ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം എന്ന ചോദ്യമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചിരുന്നത്. എന്നാൽ അതിൽ വലിയ ഭൂരിപക്ഷം ആളുകൾ അത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള തിരിച്ചടിയാണ് എന്ന നിലയിൽ തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി. മാത്യുവും